ഹായ് സുഹൃത്തുക്കളെ, അറഫാത്ത് മാരിയാടാണ്. നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണല്ലേ കോട്ടരുമ. പല നാട്ടിലും പല പേരിലായിരിക്കും ഈ ഒരു സാധനം അറിയപ്പെടുക. ഈ കോട്ടരുമ എന്ന് പറയുന്ന സാധനം നമ്മുടെ ബെഡിലും റൂമിലും ഭക്ഷണത്തിലും ആകെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണിപ്പോൾ. അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. പഞ്ചായത്തിൽ എവിടെയെങ്കിലും കോട്ടരുമ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊരു ബക്കറ്റിൽ വന്ന് കൂടുന്ന പുതിയ വിദ്യ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അബ്ദുക്ക. വീഡിയോ മുഴുവൻ കണ്ടോ. നിങ്ങളൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും അത് ഫലപ്രദമാണ്. നമ്മളോട് കാണിക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഒരു പരിപാടി ഒന്നും കാണിക്കാം. നമ്മൾ അബ്ദുക്ക എന്താ വർത്താനൊക്കെ? സുഖമാണ് അല്ലേ? അപ്പോൾ നമ്മൾ മീൻപിടുത്തത്തിൽ വലിയ എന്താ പറയുക അമൃത ടി വിയിലും അതുപോലെ പത്രങ്ങളിലും ഒക്കെ ആ ഫിഷിംഗ് മേഖലയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് ചാനൽ ചർച്ചകളായിട്ടുള്ള ഒരു വ്യക്തിയാണ് അബ്ദുക്ക. ഇന്നിപ്പോൾ കോട്ടരുമ പിടുത്തം തുടങ്ങിയേക്കാണ് അല്ലേ? അപ്പോൾ വീട്ടിൽ വരുന്ന കോട്ടരുമനെയൊക്കെ പിടിച്ച് ശല്യം ഒഴിവാക്കുക, അത്രേ നമ്മൾ ഉദ്ദേശമുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ താഴെ തന്നെ ബക്കറ്റിൽ കോട്ടരുമകളുണ്ട്. അപ്പോൾ എങ്ങനെ അതിൻ്റെ രീതി എന്നുള്ളതൊക്കെ മൂപ്പരനെ പറഞ്ഞുതരും. ഇപ്പോൾ നിങ്ങൾ വരികയെന്നുണ്ടെങ്കിൽ ആ 2-3 ബക്കറ്റ് ഞാൻ ഇവിടെ വെച്ചിരുന്നു. 2-3 ബക്കറ്റ് ഉണ്ടായിരുന്നോ? ഇതിലാറ് സാധനം ലാസ്റ്റ് ഒരു ബക്കറ്റാണ്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ബക്കറ്റ് ഒഴിവാക്കാത്തവിടെ വെച്ചത് ആണല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ അവസാനത്തെ ബക്കറ്റ് 3 ബക്കറ്റ് പിടിച്ചോ. എന്നാ പിടിച്ചത് 3 ബക്കറ്റ്? അത് 2 ബക്കറ്റ്, 3 ബക്കറ്റ് പിടിച്ചു, 2 ഒഴിവാക്കി. അപ്പോഴാണ് ഈ വിവരം ഞാൻ അറിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഷെയർ ആയിന് മക്കളെ. അപ്പോൾ ഇന്നലെ 3 ബക്കറ്റ് പിടിച്ചു, ഇന്ന് 3 ബക്കറ്റ് പിടിച്ചു. അതിലിപ്പോൾ 2 ഒഴിവാക്കി അല്ലേ? ഇത് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ബക്കറ്റിൽ വന്ന് ചേർന്നത് എന്നുള്ളതാണ് കേട്ടോ. ഈ ബക്കറ്റിൽ അടിയിലൊക്കെ താഴെയൊക്കെ ഉണ്ട്. പിന്നെ എന്നും പിടിക്കുന്നതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഇതിനേക്കാളിലും സാധനം ഉണ്ടാവും, ഉഷാറായിട്ട് കിട്ടും. അപ്പം നമ്മുടെ വീട്ടിലെവിടെ ഈ ഒരു വിദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിലെവിടെ ഉണ്ടെങ്കിലും വാർപ്പിട്ട വീട്ടില് കുറവായിരിക്കും. ഓടിട്ട വീട് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ ഒരു മഴ പാറി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് ചൂടായ അല്ല അതുക ഒരുപാട് വാർപ്പിന്റെ വീടുകളിലും കാണലുണ്ട്. ഓടിനെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മളത് ഓടിട്ട വീടാണ്. ഓടിട്ട വീടിനെ അപേക്ഷിച്ച് വാർപ്പിന്റെ വീട്ടിൽ കുറവായിരിക്കും. ഇനി ഓടാണെങ്കിലും വാർപ്പാണെങ്കിലും ഈ വിദ്യ ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമാക്കി കൊടുക്കണം. ഇതിപ്പോ ഈ ഒരു സാധനം കണ്ടില്ലേ? ഈ ഒരു തുണിക്കണ്ടം കുറച്ച് നല്ലൊരു ഡബിൾ തുണി വെള്ളം മാത്രം കെട്ടുക. അതായത് ഈ ഒരു അയലിൽ മൊത്തത്തിൽ എന്താ ചെയ്യാ കെട്ടുക. ഒരു ബൾബ് മാത്രം അവിടെ ഇവിടെ ഒരു ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബൾബ് മോന്തി നേരം പിന്നെ ഒരു ഇരുട്ട് വെക്കണതിന്റെ മുന്നേ ഇരുട്ടാണോട് കൂടി അതായത് ഈ കോട്ടരുമ മറ്റു വെളിച്ചുള്ള മേഖലകളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വെളിച്ചം ഇവിടെ കത്തണം. ഓക്കെ, ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണോ, ഈ ഒരു തുണി ഒരു നല്ലൊരു തുണി ഈ ഒരു നീളത്തിൽ ഇങ്ങനെ ഒരു അയൽ കെട്ടി വെച്ചത് ഈ ഒരു നീളത്തിൽ ഫുൾ കവർ ചെയ്യുന്ന രൂപത്തിൽ വെള്ള തുണി ഇടുക. അപ്പോൾ ആ ലൈറ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ഒരു ബൾബ് തൂക്കുക. ഒരു ബൾബ് കൊണ്ട് വലിച്ചാൽ മതി, ഇങ്ങനെ ഒരു കണക്ഷൻ എടുത്താൽ മതി, നിങ്ങൾ തൂക്കുക. എന്നിട്ട് ആ ബൾബ് ഇരുട്ടാവുമ്പോൾക്ക് മറ്റു വെളിച്ചങ്ങളൊക്കെ എല്ലായിടത്തും വരുന്നതിന് മുമ്പ് ഇടുക. ചിലപ്പോൾ അടുത്ത വീട്ടിൽ കോട്ടരുമ വരെ ഇവിടെ എത്തും. ഓക്കെ. അപ്പോൾ എന്നിട്ട് പിന്നെ അത് ഏകദേശം ഫുള്ളതിൻ്റെ ശേഷം ബക്കറ്റ് ലേശം വെള്ളം വരിക. അതായത് ഈ കോട്ടരുമ മുഴുവൻ വന്ന് ഈ വൈറ്റിലിരിക്കും, ഈ പ്രകാശിക്കണ ഈ വൈറ്റ് തുണിയിലിരിക്കും. എന്നിട്ട് ഫുള്ള് ഇരുന്നതിന്റെ ശേഷം അത് ചുറ്റി മടക്കിയിട്ട് ബക്കറ്റിൽ വെള്ളം പാർന്ന് അതിൽ മുക്കി വെക്കുക. എന്നിട്ട് മുകളില് അത് കൊല്ലാൻ അപ്പം കൊല്ലില്ല രാവിലെ കാണുന്നുണ്ടെങ്കിൽ അത് ആ നെറ്റ് വെച്ചിട്ട് ലേശ ചുടുവെള്ളോ എന്തെങ്കിലും കറ്റി പാർന്നാൽ ചത്ത. അപ്പൊ ഈ നെറ്റ് വെക്കണത് ഇപ്പൊ കയറി പോരാതിരിക്കാനാ? രാത്രി പിടിച്ചേക്കണല്ലേ? അപ്പൊ രാവിലെ ആയ അതിന്റെ പണി നമുക്ക് കഴിച്ചാ വല്ല ചുടുവെള്ളം എന്തെങ്കിലും ഒക്കെ പാർന്നാണ് കൊല്ലാം. ഓ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടേ ഇപ്പൊ നിങ്ങളിപ്പോ ഈ തുണി മുക്കിന്റെ ശേഷം ആണോ പിന്നെ ഇപ്പൊ ഇതിന്മേൽ കുറച്ച് ഇപ്പൊ ഇത് രാവിലെ ഇട്ട തുണിയാ നിങ്ങൾ നീട്ടി മറ്റ് വേണമെന്ന് വെച്ചിട്ടില്ല? അതാണ് വൈകുന്നേരം ഇടുക. അപ്പൊ അത് നീട്ടിയിടും അല്ലേ? അപ്പൊ അതിന് ഒന്നിച്ച് വന്ന് ചേരും. അപ്പോ ഇപ്പൊ നിങ്ങൾ പിടിച്ചിങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 3 ദിവസമായി. ഈ 3 ദിവസം കുറഞ്ഞു വരുന്നുണ്ടോ? വളരെ കുറവായി. അതുകൊണ്ടാണ് ഇത് ഇത്ര കുറവായിട്ടുണ്ടാവുക. നമ്മള് കുറച്ച് ദിവസം 2 ദിവസം മുമ്പ് വരണ്ടായിരുന്നു അല്ലേ? അപ്പോ ഗുണം തന്നെയാണ്. 90%, 100% ആവാൻ പോവാണല്ലേ 2 ദിവസം കൂടെ പിടിച്ചാലേ. അപ്പൊ ഈ ഒരു വിദ്യ മറ്റുള്ളവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണെന്നാണ് നമ്മളെ മനസ്സിൽ
ആശ. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ അല്ലേ ചവിട്ടുക്കും മറ്റോട്ടും ഒക്കെ കയറും. നമുക്കിത് വിജയമാണ്. നമുക്ക് ഒരാൾ രക്ഷപ്പെട്ട് അല്ല ഈ സമയത്തേ ഈ ഒരു സമയത്ത് ഒരു സംശയമുള്ള അപ്പം മറ്റുള്ള ഇതിന്റെ അടുത്തുള്ള ബൾബുകളൊക്കെ നമ്മൾ ഓഫ് ചെയ്യേണ്ടി വരും. വേണ്ടി വരും. അത് കുറച്ച് സമയം നമ്മൾ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. 7 മണ്ണോട് കൂടി ഒരു 6-7 മണ്ണോട് കൂടി ഇരുട്ടാകുമ്പോ ഇത് കത്തിച്ചു വെച്ചു. അപ്പൊ ഒരു കുട്ടികൾക്കില്ല ഭക്ഷണം ആ റൂമൊക്കെ നിങ്ങൾ വരുന്നതിന് മുന്നേ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ട് ഒഴിഞ്ഞാട് നിർത്തിയാൽ ഒരൊറ്റ റൂമിൽ പുറത്തേക്ക് ലൈറ്റ് ഇല്ലാത്ത റൂമിൽ നോക്കിയിട്ട് അവിടെ ഇട്ടാൽ അവർക്ക് ഓരോ കാര്യങ്ങൾ അവിടെ നോക്കാം. ഈ ബൾബിന്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ടുള്ള റൂമിൽ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നടത്താം. എന്നിട്ട് നമുക്ക് എത്ര സമയം കഴിയുമ്പോൾ ഇതിന് അത്യാവശ്യം കോട്ടരുമ്പോ വന്ന് കൂടും? ഏകദേശം ഒരു 12 മണ്ണോട് കൂടി ഫുള്ളാവും. അപ്പൊ നമുക്ക് ഫാൻ ഇട്ട് ഉറങ്ങാനുള്ള സമയം ഒക്കെ ആകുമ്പോ നമുക്ക് ഏകദേശം ഒക്കെ ആവും. അപ്പൊ നല്ലൊരു ഐഡിയ കേട്ടോ. എന്തായാലും അപ്പൊ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇതിൽ അത് പിടിച്ച് 3 ദിവസമായിട്ട് പിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പിടിക്കുമ്പോൾ ഇത്രയും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ അങ്ങോട്ട് ഈ സാധനത്തിൻ്റെ ശല്യം അങ്ങോട്ട് തീരും അല്ലേ? അപ്പോൾ മക്കളെ, അദ്വാക്ക ചില്ലറക്കാരനല്ല. മൂപ്പര് ഒരുപാട് അമൃത ടിവിയിലും പത്രങ്ങളിലും നമ്മൾ തന്നെ 2 ഇൻ്റർവ്യൂ പഴയ ചാനലിൽ എടുത്തിട്ടുണ്ട്. ഫിഷിംഗ് മേഖലയിൽ പുലിയാണ് അല്ലേ? അപ്പോൾ പക്ഷേ ഇപ്പോൾ മൂപ്പര് ഇങ്ങനെ ഒരു പിടുത്തം കൂടി തുടങ്ങിയ കാര്യം നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ക്രൈസാണ്. പക്ഷേ ഇത് നമ്മളൊരു ആവശ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാർഗം സ്വീകരിക്കാവുന്നതാണ്. അതിവിടെ ലൈവായിട്ട് അത് ഫലം കണ്ടൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗുണകരമായിട്ടുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.